ഇസ്ലാമിലെ ആരാധന കർമ്മങ്ങൾ പ്രധാനമായും 3 കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണുള്ളത്. ഒന്ന്, ശാരീരികമായി ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ. 2, സാമ്പത്തികമായി ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ. 3, മാനസികമായി ചെയ്യുന്ന ആരാധന കർമ്മങ്ങൾ. നമ്മുടെ നിസ്കാരം എല്ലാം ശാരീരികമായി നമ്മൾ നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളിൽപ്പെട്ടതാണ്. സകാത്ത് കൊടുക്കുക, സ്വതക്ക കൊടുക്കുക എന്നൊക്കെ പറയുന്നത്, ഉളുഹിയ്യത്ത് അറുക്കുക, ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങളിൽപ്പെട്ടതാണ്. പരിശുദ്ധ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളാണ്. എന്നാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരേപോലെ തുല്യമായി കൊണ്ട് പങ്കുചേരുന്ന ഒരേ ഒരു ആരാധന എന്ന് പറയുന്നത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മമാണ്. അല്ലാഹു തആല നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് സാമ്പത്തികമായിട്ട് കഴിവ് വേണം, ശാരീരികമായിട്ട് കഴിവ് വേണം, മാനസികമായിട്ട് ഒരുങ്ങുകയും വേണം. ഈ 3 കാര്യങ്ങൾ സമ്മേളിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് ഹജ്ജ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഹജ്ജ് പോലെ മറ്റൊരു സൽക്കർമ്മവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്. ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ ഉമ്മയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിൽ നമുക്കിങ്ങനെ വായിക്കാം: യാ റസൂലല്ലാഹ് നറൽ ജിഹാദ അഫ്ളൽ അമൽ. നബിയെ, ജിഹാദ് ആണ് ഏറ്റവും നല്ല അമൽ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അഫല നുജാഹിദു, അതുകൊണ്ട് ഞങ്ങൾ ജിഹാദ് ചെയ്യട്ടെയോ യാ റസൂലല്ലാഹ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്ന് മാത്രമല്ല അർത്ഥം. നന്മയ്ക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ജിഹാദ് എന്ന് പറയാൻ പറ്റും. സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല അമൽ ജിഹാദാണ്, അതുകൊണ്ട് ഞങ്ങൾ ജിഹാദ് ചെയ്യട്ടെയോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ലാ ലാകിന്ന അഫ്ളൽ ജിഹാദി ഹജ്ജുൻ മബ്റൂർ. ശരിയാണ്, ഏറ്റവും നല്ല അമൽ ജിഹാദ് തന്നെയാണ്. എന്നാൽ ജിഹാദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായത് നിങ്ങൾ യുദ്ധം ചെയ്യലോ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് ചെല്ലലോ അല്ല, മബ്റൂറായ ഹജ്ജാണ് ഏറ്റവും വലിയ ജിഹാദ്, ഏറ്റവും വലിയ അമൽ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. ഹജ്ജ് എന്ന് പറയുന്നത് ലക്ഷങ്ങൾ മുടക്കി നെടുമ്പാശ്ശേരിയിൽ നിന്ന് വാഹനം കയറി 1.5 മാസക്കാലത്തോളം അവിടെ എന്തൊക്കെയോ ചെയ്ത്, കുറെ തവാഫ് ചെയ്ത്, കുറെ നടന്നു, കുറെ ഇരുന്നു. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു കർമ്മത്തിൻ്റെ പേരല്ല ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജിൻ്റെ ഓരോ ഘട്ടങ്ങളും ആഖിറവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഹജ്ജിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെതായ ആത്മീയമായ അർത്ഥതലങ്ങളുണ്ട്. പരിശുദ്ധ നിസ്കാരത്തിന് അർത്ഥതലങ്ങളുണ്ട്, നോമ്പിന് അർത്ഥതലങ്ങളുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥതലങ്ങളുള്ള ഒന്നാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്ന് പറയുന്നത് ഇഖ്ലാസിൻ്റെ പ്രകടനമാണ്. ഓരോ ഹജ്ജ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹജ്ജ് ചെയ്യുന്ന സമയം നമ്മളെല്ലാവരും കാണുന്നവരാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യർ, പല വൻകരയിലുള്ളവർ, പല രാജ്യത്തുള്ളവർ, പല ഭക്ഷണം ഭക്ഷിക്കുന്നവർ, പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല നിറത്തിലുള്ളവർ, പല കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നവർ, ഇവരെല്ലാം പരിശുദ്ധമായ ഹറമിലേക്ക് പ്രവേശിക്കുന്നത് ഒരേ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. ആ വസ്ത്രത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുമുണ്ട്. ആ വസ്ത്രത്തിന് മേൽക്കോയ്മകളില്ല. ആ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകളില്ല. ആ വസ്ത്രം എല്ലാവരും ധരിക്കേണ്ടത് ഒരേ രൂപത്തിലാണ്. ഇഷ്ടമുള്ള രൂപത്തിൽ ആ വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല. ആ വസ്ത്രം ധരിച്ചാലുള്ള നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മുടെ ഈ നാട്ടിൽ ചെയ്തിരുന്ന ഒന്നും അവിടെ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. നമുക്ക് നമ്മുടെ താടിയിലോ തലയിലോ എണ്ണയിടാനുള്ള അധികാരമില്ല, അതിനുള്ള അവകാശം നേരത്തില്ല. നമ്മുടെ മുടിയൊന്ന് ചെയ്യാനുള്ള അവകാശമില്ല, സുഗന്ധം ഉപയോഗിക്കുവാനുള്ള അവകാശമില്ല. എന്തിന്? ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചൊറിച്ചിൽ പോലത്തെ അസ്വസ്ഥത വന്നാൽ അവിടെ വേണ്ടുവോളം ഒന്ന് മാന്തുവാൻ പോലുള്ള, ചൊറിയാൻ പോലുമുള്ള അവകാശം, സ്വാതന്ത്ര്യം നമുക്ക് ഇഹ്റാം ചെയ്യുന്നതുകൂടി ഇല്ലാതാവുകയാണ്. പിന്നെ ആ മനുഷ്യനുള്ളത് ഒരേ നിയമമാണ്. എല്ലാ മനുഷ്യർക്കും ഒരേ നിയമമാണ്. പട്ടുമെത്തയിൽ കിടന്നു വന്നവനും വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ കഴിച്ചു വന്നവനും അള്ളാഹുവിൻ്റെ അതിഥി എന്ന പേരിലേക്ക് അവൻ ഒതുങ്ങുന്നതോടുകൂടെ അവനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ തുല്യതയുടെ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹജ്ജിന് പോകുന്ന സമയത്ത് നമുക്ക് ബിസിനസിന്റെ പ്രഷറുകളില്ല.
കുടുംബ വഴക്കുകളെ കുറിച്ച് ചിന്തിക്കാനില്ല, മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തകൾ പോകേണ്ടതുമില്ല. ആകെ ചെല്ലേണ്ടത് അൽ ഹജ്ജ് വൽ ഉംറത്തു ലില്ലാഹ്. ഹജ്ജ് ഉംറ എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് ഉംറ എന്നൊക്കെ പറയുന്നത് സമ്പൂർണമായൊരു പരിഷ്കരണമാണ്. നമ്മളെ വേറെ ഒരു രൂപത്തിലേക്ക് മാറ്റുവാനുള്ള സമ്പൂർണമായൊരു പർണശാലയ്ക്ക് പറയുന്ന പേരാണ് ഹജ്ജ്. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 40 ഹജ്ജ് ഇന്ത്യയിൽ നിന്ന് നടന്നുപോയി നിർവഹിച്ചു എന്ന് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഹജ്ജ് ചെയ്യാത്ത ഒരു പ്രവാചകനും ഇല്ല എന്നാണ് നമുക്കതിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. ഹജ്ജ് ചെയ്യാത്ത ഔലിയാക്കളില്ല, ഹജ്ജ് ചെയ്യാത്ത വലിയ വലിയ ആളുകളില്ല. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ട്? അവിടെയാണ് ചോദ്യം ഉന്നയിക്കേണ്ടത്. എന്തുകൊണ്ട് സാധാരണ നിസ്കാരം പോലെയോ നോമ്പ് പോലെയോ ഹജ്ജ് നിർബന്ധമാകുന്നില്ല? എപ്പോഴാണ് ഒരു മനുഷ്യന് ഹജ്ജ് നിർബന്ധമാകുന്നത്? അവൻ സമ്പത്തിനാൽ, അവൻ്റെ മുതലിനാൽ, അവൻക്ക് വാഹനത്താൽ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എല്ലാ സൗകര്യങ്ങളും എപ്പോഴാണോ അവനിൽ സമ്മേളിക്കുന്നതെങ്കിൽ അപ്പോഴാണ് അവൻക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത്. എന്ന് വെച്ചാൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും അവനിൽ ഒത്തുചേരുന്ന സമയത്ത് അവൻക്ക് ഹജ്ജ് നിർബന്ധമാകുന്നു. ഇനി അവൻ ചെയ്യേണ്ടത് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതാണ്. അഹങ്കാരമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ഞാനാണ് എല്ലാം എന്ന തോന്നലുകൾ വരുമ്പോൾ, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട് എന്ന തോന്നൽ വരുമ്പോൾ, നീ അവിടെ മസ്ജിദുൽ ഹറമിലേക്ക് ചെല്ലണം. അവിടെ എല്ലാവരെയും പോലെ ഒരുപോലെ നിൽക്കണം. നീ തവാഫ് ചെയ്യുന്ന സമയത്ത് നിന്റെ വലതുഭാഗത്തുള്ളത് കറുത്തവനാണ്, നിന്റെ ഇടതുഭാഗത്തുള്ളത് വെളുത്തവനാണ്, നിന്റെ മുന്നിലുള്ളത് ഫക്കീറാണ്, മിസ്കീനാണ്, നിന്റെ പുറകിലുള്ളത് വലിയ അധികാരിയാണ്. ആരായിക്കോട്ടെ, അള്ളാഹുവിൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് നിനക്ക് ഒരു മേൽക്കോയ്മയുമില്ല. ഇവിടെ ഒരാൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള മേൽക്കോയ്മയോ അതില്ലാത്ത അവസ്ഥകളോ ഇല്ല. എല്ലാവരും തുല്യരാണ് എന്നുള്ള രീതിയാണ് അവിടെ പഠിപ്പിക്കുന്നത്. നിസ്കരിക്കാൻ ആർക്കും പ്രത്യേക മുസല്ലകളില്ല, നിസ്കരിക്കാൻ ആർക്കും പ്രത്യേകമായ പരിഗണനകളില്ല. നിങ്ങളെല്ലാവരും ഒരേപോലെയാണ് എന്ന മഹിതമായ മാനവികതയുടെ ആശയത്തെയാണ് ഓരോ ഹജ്ജിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തേണ്ട ഒന്നാണ്. ആരെ പറ്റിച്ചാലും അള്ളാഹുവിനെ പറ്റിക്കാൻ കഴിയില്ല എന്ന ബോധ്യം നമുക്ക് വേണം. നമുക്ക് ഈ പറയപ്പെട്ട ഘടകങ്ങളിലൂടെ ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹജ്ജിന് പോകാനുള്ള സമ്പത്തുണ്ടെങ്കിൽ, ഹജ്ജിന് പോകുവാനുള്ള ശാരീരിക ക്ഷമതയുണ്ടെങ്കിൽ, മറ്റ് സൗകര്യങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഹജ്ജിന് പോവുക തന്നെ വേണം. മഹാനായ ഇബ്നു ഹജ്ർ റഹിമഹുല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ടല്ലോ, അൽ ഹജ്ജു ലാ യൻളുറു അൽ ഹജ്ജു ലാ യൻളുറു ഫീഹിൽ മുസ്തഖ്ബിലാത്ത്. ഹജ്ജ് എന്ന് പറയുന്ന ഒരു ഭാവിയിലേക്ക് നോക്കിയിട്ട് തീരുമാനിക്കേണ്ട ഒന്നല്ല. എനിക്ക് മക്കളെ കെട്ടിക്കാനുണ്ട്, എൻ്റെ മക്കളെ പഠിപ്പിക്കാനുണ്ട്, ഇങ്ങനെയുള്ള ചിന്തകളിലേക്കൊക്കെ നോക്കിയിട്ടല്ല നിനക്ക് ഹജ്ജ് നിർബന്ധമാണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. മറിച്ച് വർത്തമാനകാലത്തേക്ക് നോക്കിയിട്ടാണ്. 2026 മെയ് മാസത്തിൽ നിൽക്കുന്ന നിനക്ക് ഇതിനുള്ള കഴിവുണ്ടെങ്കിൽ നീ ഹജ്ജ് ചെയ്യണം. നിന്റെ മക്കളെ കെട്ടിക്കലും നിന്റെ വീട് പണി പൂർത്തിയാക്കലും ഇതെല്ലാം മറ്റ് കാര്യങ്ങളിൽ പെട്ടതാണ്. എന്ന് നിനക്ക് ഹജ്ജ് ചെയ്യാൻ നിർബന്ധമായിട്ടുണ്ടോ, നീ ഹജ്ജ് നിർബന്ധമായും ചെയ്തോളണം. അതുകൊണ്ടാണല്ലോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചത്, ഒരു മനുഷ്യൻ ഹജ്ജ് നിർബന്ധമായിട്ട് മരണപ്പെട്ടു, അവൻ ഹജ്ജ് നിർവഹിച്ചില്ല. ഒരു മനുഷ്യൻ്റെ അടുക്കൽ ഹജ്ജ് ചെയ്യുവാനുള്ള എല്ലാ സൗകര്യങ്ങളുമായിട്ട് ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ ഹജ്ജിനുള്ള വിഹിതത്തെ മാറ്റിവെക്കണം. എന്നിട്ട് കഴിവുള്ള ഒരാളെ കൊണ്ട് ഹജ്ജിന് പറഞ്ഞയക്കൽ വാരിസ്യങ്ങളുടെ പേരിൽ നിർബന്ധമാണ് എന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നു. അങ്ങനെ ഇനി ഒരു മനുഷ്യന്റെ കയ്യിൽ അനന്തര സ്വത്ത് വീതം വെച്ച സമയത്ത് ബാക്കിയില്ല എന്ന് വെച്ചാൽ ജീവിതകാലത്ത് ഹജ്ജ് നിർബന്ധമായി, പിന്നെ മരിക്കുന്ന സമയത്ത് പാപ്പരായിപ്പോയി. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മക്കളിൽ നിന്ന്, അവൻ്റെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് അവന് വേണ്ട പണം ചിലവഴിച്ചുകൊണ്ട് അവൻക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി ഒരാളെ പറഞ്ഞയക്കൽ നിർബന്ധമാണ്. അതാണ് ഒരു മരണപ്പെട്ട ഒരു മയ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഗുണം എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണം. ഹജ്ജ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നമുക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോകാനുള്ളതല്ല. ഇന്ന് നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഹജ്ജിന് നിയ്യത്ത് വെക്കണം, അതിനുള്ള അപേക്ഷകൾ കൊടുക്കണം, അതിന് തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് കുറ്റക്കാരായിരിക്കും. ആയുസ്സിലൊരു പ്രാവശ്യം മാത്രമാണ് ഹജ്ജ് നിർബന്ധമാക്കുന്നത്.
ആ ഹജ്ജ് നിങ്ങൾക്ക് നിർബന്ധമാണോ അല്ലയോ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചത്, ആരെ പറ്റിച്ചാലും അള്ളാഹുവിനെ പറ്റിക്കാൻ കഴിയില്ല. എല്ലാം സ്വരുക്കൂട്ടി വെച്ച് മക്കളെ കെട്ടിച്ച് വീട് പണി പൂർത്തിയാക്കി മക്കളെ പഠനം കഴിഞ്ഞുകൊണ്ട് ഹജ്ജിന് പോകാൻ ഇഹ്റാൻ ചെയ്യുന്ന സമയത്തേക്ക് ഒരുപക്ഷെ ആ ഹജ്ജിന് ഇഹ്റാൻ ചെയ്യുന്ന അതേ തുണി ഉപയോഗിച്ചുകൊണ്ട് നിന്നെ ഖബറിലേക്ക് വെക്കുന്ന സമയമായിട്ടുണ്ടാകും. അന്നേരം നീ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു എന്ന കുറ്റക്കാരനാണ്. നിന്റെ കുടുംബക്കാരൻ നിന്നെ അതിൽ നിന്ന് മോചിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കുറ്റത്തിന്റെ പരിണിത ഫലങ്ങൾ മുഴുവനും ഖബറിലും ആഖിറത്തിലും ഏറ്റുവാങ്ങേണ്ടവനാണ് നീ. അതുകൊണ്ട് താടിയൊന്ന് നിരക്കട്ടെ, മുടിയൊന്ന് നിരക്കട്ടെ, അല്പം പ്രായമാകട്ടെ എന്നതൊന്നും ഇവിടെ വിഷയമല്ല. നിന്റെ ഏത് പ്രായത്തിലാണോ ഹജ്ജ് നിർബന്ധമാകുന്നതെങ്കിൽ നിർബന്ധമായും ആ പ്രായത്തിൽ അള്ളാഹുവിന്റെ അതിഥിയായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നീ പരിശുദ്ധമായ ഹറമിലേക്ക് യാത്ര നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യൻ ഹജ്ജും സക്കാത്തും നിർബന്ധമായിട്ട് അതിനെ പിന്തിച്ചു കഴിഞ്ഞാൽ മരണത്തിന്റെ സമയത്ത് അവൻ കുടുങ്ങിപ്പോകുമത്രേ. റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്. ആ സമയത്ത് മലക്കുകളുടെ ചോദ്യത്തിന് മുന്നിൽ അവൻ പതറിപ്പോകുമെന്നാണ് മഹാത്മാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, നമുക്ക് ഹജ്ജ് നിർബന്ധമാണോ എന്നത് നമുക്കറിയുന്ന കാര്യമാണ്. ആ ഹജ്ജ് നിർബന്ധമാണെങ്കിൽ നിർബന്ധമായി നമ്മൾ ഹജ്ജിന് പോകണം, അതിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല. അവിടെയാണല്ലോ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൽ ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ സ്വീകാര്യമായ ഒരു ഹജ്ജിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഈ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിഥിയായി നീ ചെല്ലുന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ സ്വർഗമുണ്ട് എന്ന് തന്നെയാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണ്? നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു മനുഷ്യൻ റജഅക യൗമൻ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ തെറ്റുകളില്ലാത്ത രൂപത്തിലാണ് അവൻ തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. ഇതായിരിക്കണം നമ്മുടെ ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതായിരിക്കണം, ഉമ്മ പ്രസവിച്ചതുപോലെ തിരിച്ചു വരിക എന്നുള്ളതായിരിക്കണം ഹജ്ജിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഉമ്മ പ്രസവിച്ചതുപോലെ തിരിച്ചു വരിക? സമയത്തിന്റെ പരിമിതി ഉണ്ടെങ്കിലും അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂഫി ലോകത്തെ, ആധ്യാത്മിക ലോകത്തെ വലിയ തേജസ്വിയായിട്ടുള്ള മഹാനായ അബൂബക്കർ ശിബിലി റളിയല്ലാഹു തആല അൻഹു, മുമ്പും ഈ മിമ്പറിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മഹാനവറുകളെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ മഹാനായ അബൂബക്കർ ശിബിലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ സയ്യിദി ഇന്നി ഉരീദുൽ ഹജ്ജ്, ഞാൻ ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ ഈ വർഷം ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫഔസിനി ബിമാ യൻഫഉനി, അതുകൊണ്ട് എനിക്ക് ഉപകാരപ്പെടുന്ന നിർദ്ദേശങ്ങൾ അങ്ങ് നൽകിയാലും, എന്നെ അങ്ങൊന്ന് ഉപദേശിച്ചാലും, ഹജ്ജ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉപകാരപ്പെടുന്ന ചില നിർദ്ദേശങ്ങൾ അങ്ങനെയൊന്ന് പറഞ്ഞു തന്നാലും. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നുണ്ട്, വദഉല്ലാഹ ലി, എന്നിട്ട് റബ്ബിന്റെ മുന്നിൽ എനിക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്തു തന്നാലും എന്ന് മഹാനായ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ മഹാനവറുകളുടെ മറുപടി, ഇജ്അൽ, മോനെ നീ ഹജ്ജിന് പോകേണ്ടത് എങ്ങനെയാണ്? ഇജ്അൽ റുഫഖാഅകൽ മലായിക, നീ ഹജ്ജിന് പോകുന്ന സമയം നിന്റെ കൂട്ടുകാരായിട്ട് നീ മാലാഖമാരെ തിരഞ്ഞെടുക്കുക. നിന്റെ കൂട്ടുകാരായിട്ട് നീ മാലാഖമാരെ തിരഞ്ഞെടുക്കുക. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? മാലാഖമാർ എന്ന് പറയുന്നത് തെറ്റുകൾ ചെയ്യാത്തവരാണ്. തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് തെറ്റ് ചെയ്യാത്ത മാലാഖമാർ വരില്ല. അതുകൊണ്ട് തന്നെ നീ ഹജ്ജിന് പോകുന്ന സമയത്ത് തെറ്റുകളൊന്നും ചെയ്യാതെ അള്ളാഹുവിൻ്റെ മാലാഖമാർ നിന്റെ അടുക്കലേക്ക് വരുന്നതിനെ തടയുന്ന യാതൊരു പ്രവർത്തനത്തിലേക്കും നീ ചെല്ലാതെ നീ മാലാഖമാരെ കൂട്ടുകാരായി കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ഹജ്ജിന് വേണ്ടി പുറപ്പെടുക. രണ്ടാമത് മഹാനവറുകൾ കൊടുത്ത മറുപടി, വ അനീസക്കൽ ഖുർആൻ, നിന്റെ സന്തോഷവും നിന്റെ ആനന്ദവും എല്ലാം ഖുർആനാക്കുക. നിന്റെ സന്തോഷവും നിന്റെ ആനന്ദവും എല്ലാം പരിശുദ്ധ ഖുർആനാക്കുക. ഹജ്ജിന് പോകുന്ന സമയത്ത് മറ്റു ലക്ഷ്യങ്ങൾ പാടില്ല. ഷോപ്പിംഗ് ചെയ്യണമെന്നോ അവിടെ വെച്ച് ഇന്നാലിൻ്റെ വ്യക്തികളെ കാണണമെന്നോ അല്ലെങ്കിൽ അവിടെ സമയം ചിലവഴിക്കേണ്ടത് ഈ രൂപത്തിലാണോ എന്നുള്ളതല്ല. പരിശുദ്ധ ഹറമിൽ ചെന്നാൽ 3 ദിവസത്തിൽ കൂടാതെ എന്ന് വെച്ചാൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ഖത്തമെങ്കിലും തീർക്കണം എന്നുള്ളതാണ്. അങ്ങനെ നീ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്റെ കൂട്ടുകാരായി നിനക്ക് ടെൻഷൻ വന്നാലും നിനക്ക് സന്തോഷം വന്നാലും ഖുർആൻ എടുത്ത് മറിച്ചുകൊണ്ട് നീ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. വസാദകൽ യഖീൻ, അവിടെ ചെന്നാൽ നിന്റെ ഭക്ഷണം തഖ്വയാണ്.
അവിടെ ചെന്നാൽ നിന്റെ ഭക്ഷണം തവക്കുലാണ്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ ദർബാറിലാണ്, എൻ്റെ അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിലാണ് എന്ന ചിന്തയോടുകൂടിയാണ് നീ ഹജ്ജ് ചെയ്യേണ്ടത്. എല്ലാത്തിൻ്റെയും അപ്പുറത്ത് നിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹു ആകണം. അള്ളാഹുവിന് വേണ്ടി നീ ഹജ്ജ് ചെയ്യുക. നീ തവാഫ് ചെയ്യുന്ന സമയങ്ങൾ മുഴുവനും ഹൃദയം കൊണ്ട് തവാഫ് ചെയ്യുക. ഈ സമയത്ത് ഇങ്ങനെയാണ് മോനെ നീ ഹജ്ജിന് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ അബൂബക്കർ ശിബിലി റളിയല്ലാഹു തആല അൻഹു യാത്രയാക്കുകയാണ്. എൻ്റെ വിഷയത്തിൻ്റെ മർമ്മ പ്രധാനത്തിലേക്ക് ഞാൻ ഇനിയാണ് പ്രവേശിക്കുന്നത്. ഈ മനുഷ്യൻ ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നു, മഹാനവറുകളുടെ അടുക്കലേക്ക് എത്തി. എന്നിട്ട് മഹാനവറുകളുടെ ബർക്കത്ത് കിട്ടാൻ, അവിടുന്ന് സ്വീകാര്യതയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി മഹാനവറുകളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, ശിബിലി ഇമാം ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, മല്ലദീ നബൈത ഹീന അഹ്റംത, മോനെ നീ ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നല്ലോ, നീ ഇഹ്റാം ചെയ്ത സമയത്ത് എന്ത് ചിന്തയാണ് മോനെ നിന്റെ മനസ്സിൽ വന്നത്? ഇഹ്റാം ചെയ്ത സമയത്ത് നിന്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണ്? ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, അമിൽതു മാ അമിലൻ നാസു വമാ നബൈതു ശൈആ, പ്രത്യേകിച്ച് ചിന്തകളൊന്നും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഇഹ്റാം ചെയ്തത് എല്ലാ മനുഷ്യരും ഇഹ്റാം ചെയ്തതുപോലെ ഞാനും ഇഹ്റാം ചെയ്യുകയാണ് ചെയ്തത്. ആ സമയത്ത് മഹാനവറുകൾ നൽകുന്ന മറുപടി, നവൈത അന്നക തജറത മിൻ സിയാബിൽ മുഖാലഫതി വൽ ഇസ്യാൻ വഅഖബൽത അലാ ഇബാദത്തിർ റഹ്മാൻ. ഇഹ്റാം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് നീ ധരിച്ചിരുന്ന വസ്ത്രത്തെ നീ എടുത്തു മാറ്റിയില്ലേ? ആ വസ്ത്രത്തെ ഊരിക്കളയുന്ന സമയത്ത് നിന്റെ കൽബിലേക്ക് വരേണ്ട ചിന്ത, ഈ കാലമത്രയും ഞാൻ ചെയ്ത പാപങ്ങൾ, ഈ കാലമത്രയും ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ, ഇതിൻ്റെ കുപ്പായം ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റിവെക്കുകയാണ്. എന്നിട്ട് വെള്ള തുണിയോടുകൂടി ഇഹ്റാം ചെയ്യുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിലേക്ക് വരേണ്ടത്, എൻ്റെ റബ്ബിലേക്ക് അടുക്കുവാനുള്ള വസ്ത്രത്തെയാണ് ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് ധരിക്കുന്നത് എന്ന ചിന്തയാണ് മോനെ നിന്റെ മനസ്സിലേക്ക് വരേണ്ടിയിരുന്നത്. വഅന്നക നസഅത സിയാബദ് ദുനിയാ വലബിസ്ത സിയാബൽ ആഖിറതി കമാ യുഫഅലു ബിൽ മയ്യിത്തി. മോനെ നീ ആ വസ്ത്രം ധരിച്ച സമയത്ത്, ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നതിന് ചില പ്രത്യേകതകളുണ്ടല്ലോ. നിന്നെ എങ്ങനെയാണോ കഫം പുടയിൽ പൊതിയുന്നത് അതുപോലെയാണല്ലോ നീ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നത്. ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് ചുറ്റുകയാണ്. ഇതുപോലെ അവസാനമായിട്ട് നിന്നെ ചുറ്റുവാനുള്ളതാണ്. അതുകൊണ്ട് നിന്റെ ഇഹ്റാമിന്റെ വസ്ത്രം എന്ന് പറയുന്നത് നിന്റെ കഫം പുടയാണ്. ഇത് നിന്റെ അവസാനത്തെ വസ്ത്രമാണ്. ഈ ചിന്തയിലാണ് മോനെ നീ ഇഹ്റാം ചെയ്യേണ്ടിയിരുന്നത്. ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നതിന് വേണ്ടി നിന്റെ വീട്ടിൽ നിന്ന് നീ വാഹനം കയറിയപ്പോൾ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് നീ വാഹനം കയറിയപ്പോൾ നിന്റെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത എന്താണ്? ഞാൻ യാത്രയിറങ്ങുന്ന സമയത്ത് ദുആ ചെയ്യാൻ ഉസ്താദുമാരുണ്ട്, എന്നെ യാത്രയാക്കാൻ എൻ്റെ നാട്ടുകാരുണ്ട്. ഇതുപോലെ ഈ വാഹനം വന്നെന്നെ ഹാജിയായി സ്വീകരിച്ചു കൊണ്ടുപോകാൻ വന്നതുപോലെ നാളെ എൻ്റെ വീടിൻ്റെ മുറ്റത്താറുകാലിലുള്ള കട്ടിൽ വന്ന് കിടക്കാനുള്ളതാണ്. ആ വാഹനത്തിൽ ഞാൻ കയറുവാനുള്ളതാണ് എന്ന ചിന്തയാണ് ഹജ്ജിന് നീ പോകുന്ന വാഹനത്തിൽ കയറുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിലേക്ക് വരേണ്ടത് എന്ന് മഹാനായ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. കഴിഞ്ഞോ ഇല്ല, നീ തവാഫ് ചെയ്യുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിലേക്ക് വരേണ്ട ചിന്ത എന്താണ്? അന്നക തതൂഫു ബിഅർശിർ റഹ്മാൻ വതത്ലുബുൽ അഫ്വ വൽ ഗുഫ്റാൻ. അതേ മേലെ സൂര്യനുണ്ട്. ആ പകൽ സമയത്ത് കഅബയെ നീ വലയം ചുറ്റുന്ന സമയത്ത് ഈ കാലം അത്രയും ചെയ്തു കൂട്ടിയ ദോഷങ്ങളൊന്ന് പുറത്തു കിട്ടിയിരുന്നെങ്കിൽ അതിനു വേണ്ടി അർശിന്റെ മുന്നിലാണ്, അർശിന്റെ ചുറ്റുമാണ് ഞാൻ തവാഫ് ചെയ്യുന്നത് എന്ന ചിന്തയിലാണ് മോനെ നീ തവാഫ് ചെയ്യേണ്ടിയിരുന്നത്. ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി നീ പുറപ്പെട്ട സമയത്ത് നിന്റെ ഹൃദയത്തിലേക്ക് വരേണ്ട ചിന്ത എന്താണ്? എത്രയോ പ്രവാചകന്മാർ
മഹാന്മാര് ചുംബിച്ച കല്ലാണ്, എത്രയോ ഔലിയാക്കൾ ചുംബിച്ച കല്ലാണ്, ആരിഫീങ്ങൾ ചുംബിച്ച കല്ലാണ്. ഈ കല്ലിൽ ഞാൻ ചുംബിക്കലോടുകൂടെ എൻ്റെ എല്ലാ തെറ്റുകളും ഒന്ന് മായ്ച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് മോനെ നീ ചിന്തിക്കേണ്ടത്. ഇനിയോ നീ സഅയ് ചെയ്യുന്ന രംഗമുണ്ടല്ലോ, ബൈന സഫാ വൽ മർവ. സഫാ മർവയുടെ ഇടയിൽ നീ സഅയ് ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് ആവലാദികളോട് കൂടെ ഓടിയ മഹദിയായ ഹാജറ ഉമ്മയുടെ മനസ്സ് നിന്റെ ഖൽബിലേക്ക് വരേണ്ടതുണ്ട്. അവിടെ വരേണ്ട ചിന്ത എന്താണ്? അന്നക തസ്ആ ബൈന സുഫൂഫി യൗമിൽ ഖിയാമത്തി ഹാഫിയൻ ഉരിയാനൻ തർഗബുല്ലാഹ്. ഖിയാമത്ത് നാളിൽ ഓരോ സഫുകൾക്കിടയിലൂടെ നീ ഓടുന്ന രംഗമാണ്. ശഫാഅത്ത് നേടിക്കൊണ്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആവലാതിപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഓടുന്ന ചിന്തയാണ് സഫാ മർവയിലൂടെ ഓടുന്ന സമയത്ത് നിന്റെ ഖൽബിലേക്ക് വരേണ്ടത്. അതേ അവസാനം ഹജ്ജിൽ നിന്ന് തഹല്ലുലാകുന്നതിന് വേണ്ടി നിന്റെ തലമുടിയെ നീ വടിച്ചു കളയുന്ന രംഗത്ത് നിന്റെ ഖൽബിലേക്ക് വരേണ്ടത്. അതേ എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ വടിച്ചു കളയുകയാണ്. എൻ്റെ ഓരോ രോമങ്ങളും പോയി എൻ്റെ തലയിൽ രോമങ്ങളില്ലാത്ത അവസ്ഥ വരുന്നത് പോലെ എൻ്റെ സഗീറഹാ വ കബീറഹാ ഹഖീറഹാ വ ജലീലഹാ, ഞാൻ ചെയ്ത ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളുമാണ് എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് എന്ന ചിന്തയോടുകൂടെയാണ് മോനെ നിന്റെ തലമുടി നീ വടിച്ചു കളയേണ്ടത്. എന്നിട്ട് മഹാൻ പറയുന്ന ഒരു വാചകം കൂടിയുണ്ട്, വറമൈതഹാ അൻക ഫലാ തഊദു ലിമിസ്ലിഹാ അബദാ കമാ ലാ യഊദു ശഅറക ഇലാ റഅസിക. നീ വടിച്ചു കളഞ്ഞ തലയിലെ രോമങ്ങൾ ഇനി ഒരിക്കലും നിന്റെ തലയിലേക്ക് തിരിച്ചു വരില്ലല്ലോ എന്നതുപോലെ നീ ഒഴിവാക്കി കളഞ്ഞ നിന്റെ ദോഷങ്ങൾ ഇനി ഒരിക്കലും നിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല എന്ന നീയത്തോടു കൂടെയാണ് മോനെ നീ നിന്റെ തലമുടി വടിച്ചു കളയേണ്ടത്. എത്ര മനോഹരാണ് ഹജ്ജ്. ഓരോ രോമങ്ങൾ കളയുമ്പോൾ ഇതെൻ്റെ തെറ്റുകളാണ്, എൻ്റെ ദുശ്ശീലങ്ങളാണ്. ഈ കളഞ്ഞ രോമങ്ങൾ ഇനി എൻ്റെ തലയിലേക്ക് തിരിച്ചു കയറാൻ പോകുന്നില്ല എന്നതുപോലെ ഹജ്ജ് ചെയ്യുന്നതോടുകൂടെ ഇതുവരെ ചെയ്ത തെറ്റുകൾ, ശീലങ്ങൾ, ദുശ്ശീലങ്ങൾ എല്ലാം മാറി ഇന്ന് തൊട്ട് ഞാൻ പുതിയൊരു മനുഷ്യനാണ്. ജംറകളിലേക്ക് കല്ലെറിയുന്ന സമയത്ത് ഞാൻ വലിച്ചെറിയുന്നത് എൻ്റെ ദുഷിച്ച ചിന്തകളാണ്, ശൈത്വാനിയായ പ്രേരണകളാണ് എന്നതാണ് ഞാൻ വലിച്ചെറിയുന്നത് എന്ന ബോധ്യത്തോടുകൂടി വലിച്ചെറിയുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തലമുടി വടിക്കുന്നതോടുകൂടെ, നിന്റെ തലയിലുള്ള മുടികൾ നീക്കം ചെയ്യുന്നതോടുകൂടെ നിന്റെ ഖൽബിലേക്ക് വരുന്ന ചിന്ത, നീ ഇപ്പോൾ തെറ്റുകളില്ലാതെ ഉമ്മ പ്രസവിച്ച മകനാണ്. നിന്റെ ദുശ്ശീലങ്ങൾ ഒഴിവാക്കി, പാപങ്ങൾ കരിച്ചു കളഞ്ഞു, ആഖിറത്തെക്കുറിച്ച് ചിന്തിച്ചു, നിന്റെ അഹങ്കാരത്തിന്റെ, അഹംഭാവത്തിന്റെ, ധനാഢ്യത്തിന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി നീ ഇഹ്റാം വസ്ത്രത്തിലേക്ക് കയറി. ഇന്നു മുതൽ നീ അള്ളാഹുമായിട്ട് അടുത്ത മനുഷ്യനാണ്. നിന്റെ കൂട്ടുകാർ ഇന്നു മുതൽ മലക്കുകളാണ്. നിന്റെ ഭക്ഷണം ഇന്നു മുതൽ തവക്കുലാണ്, തഖ്വയാണ്. ആ രൂപത്തിൽ ജീവിക്കുക. അതാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള ഹജ്ജ് എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ ആ സമയത്ത് കൊടുത്ത മറുപടി, ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല എന്നാ. ഷിബിലി ഇമാമിനോട് ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടല്ല ഹജ്ജ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഷിബിലി ഇമാം തിരിച്ചു കൊടുത്ത മറുപടി, മോനെ ഇർജിഅ വഹജ്ജ്, തിരിച്ചു പോയിക്കോ, ഒരു ഹജ്ജും കൂടി ചെയ്തു വാ, നീ ചെയ്തത് ഹജ്ജായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദോഷങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയായി നമ്മുടെ ജീവിതത്തിൽ ഹജ്ജ് മാറിക്കിട്ടണം. അതുകൊണ്ട് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹം വരണം. ഹാജിമാരെ കാണുന്ന സമയത്ത് ബഹുമാനിക്കണം. ഹജ്ജ് ചെയ്ത ഹാജിമാർ ഈ രൂപത്തിലുള്ള ജീവിതം മുന്നോട്ട് വെക്കണം. ഞാൻ സാധാരണ മനുഷ്യനെ പോലെയല്ല, എല്ലാ തെറ്റുകളും കഴുകി വന്നവനാണ്. അതുകൊണ്ട് ഹജ്ജ് കബൂലായി എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ നാവിൽ നിന്ന് മധുരമുള്ള വാചകമേ വരൂ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഹാജിയായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത അതിഥിയായി എന്നാണ്. ആ രൂപത്തിൽ ജീവിക്കണം. അല്ലാത്ത നമ്മളൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള കൊതികളുമായി ജീവിക്കണം. അള്ളാഹു തആല നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അധികം വൈകാതെ ആ ഭൂമിയിലേക്ക് എത്താൻ, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.